Welcome to Garam Masala, the magic spices of cooking. Easy and tasty shawarma roll. ഇന്ന് നമുക്ക് ഷവർമ റോൾ തയ്യാറാക്കി എടുക്കാം. സ്വാദിഷ്ടമായ ഒരു സ്നാക്കാണിത്. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. ഇതിനുവേണ്ടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ സവാള, ഒരു കപ്പ് ക്യാബേജ്, അര കപ്പ് ക്യാരറ്റ്, ഒരു പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി, അര കപ്പ് സാലഡ് കുക്കുംബർ ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ഒരു ബൗളിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ ആണ് എടുക്കേണ്ടത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇതിന് കൂടെ നമുക്ക് വെജിറ്റബിൾസിന്റെ കൂടെ ചേർക്കാം. അടുത്തതായി നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർക്കണം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റേറിയൻസിന് ചിക്കൻ ഒഴിവാക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചില്ലി മയണൈസ് ആണ് ചേർക്കുന്നത്. 4 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് മുതൽ അര കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ചില്ലി മയണൈസിന് പകരം മയണൈസ് ചേർത്ത് കൊടുത്താലും മതി. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കവറിംഗ് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് നമുക്കിതിനെ ഒരു ലൂസ് ബാറ്ററാക്കി മാറ്റാം. ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ പരുവം. ഇനി നമുക്കൊരു ദോശ പാൻ ചൂടാക്കി എടുക്കാം. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് നമുക്ക് കനം കുറഞ്ഞ പാൻ കേക്കുകൾ തയ്യാറാക്കിയെടുക്കണം. പാൻ കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതിന്റെ ഒരു സൈഡിലായി നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. നമ്മുടെ പാൻ കേക്കിന്റെ സൈസിനനുസരിച്ച് ഫില്ലിംഗ് വെക്കണം. ഇനി ഇതിനെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത പാൻ കേക്ക് കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇതിന്റെ സൈഡിലായി നമുക്ക് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ റോളുകളും തയ്യാറാക്കണം. അടുത്തതായി നമുക്ക് ഒരു മുട്ട എടുക്കാം. ഈ മുട്ടയെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ബീറ്റ് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ റോൾ എടുക്കാം. ഇതിനെ നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. ഇനി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഏകദേശം 1 കപ്പോളം ബ്രെഡ് ക്രംസ് വേണ്ടിവരും. ഇതുപോലെ നമുക്ക് അടുത്ത റോൾ കൂടെ തയ്യാറാക്കാം. ഇതിനെ നമുക്ക് മുട്ടയിൽ മുക്കാം. ഇനി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യാം. നമ്മുടെ റോൾ എല്ലാം ഫ്രൈ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഓരോ റോളിനെയായി നമുക്ക് എണ്ണയിലോട്ട് ചേർക്കാം. ഇതിനെ നമുക്ക് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കണം. ഇതിന്റെ കവറിംഗ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നാൽ മതി. ഫില്ലിംഗ് കുക്കാകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ റോൾ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള റോളുകൾ കൂടെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഷവർമ റോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.